ഒരു ഗംഭീര ചെസ് മത്സരം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഈ വേദിയൊക്കെ തന്നെ ആ സമയത്തേക്കും നിറഞ്ഞു കവിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ആ മത്സരം നമ്മളെ ആകാംക്ഷാഭരിതരാക്കുമോ എന്നുള്ളതാണ് ക്യാമറമാൻ സുധീഷ് തിരുവല്ലയും ഗൂഗിളിനാഥും നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ഇവർ പരിശീലനത്തിലാണ്. ലോക ചെസ് ചരിത്രത്തിൽ ഇടം നേടണം. ഇവരുടെ ആ ആഗ്രഹത്തിന്റെ വേലിയേറ്റമാണ് മുൻപിലിരിക്കുന്ന 16-കാരൻ US പൗരനായ അധ്യാപകൻ റോഷൻ നായർ. ഓൺലൈനിലൂടെ റോഷൻ പകർന്നു നൽകിയ ചടുല നീക്കത്തിന്റെ പിൻബലത്തിൽ ഓരോ കരുക്കളും നീങ്ങി തുടങ്ങി. പതിനാലാം വയസ്സിൽ ഇന്റർനാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് ഒരു ചാമ്പ്യൻഷിപ്പിൽ നിന്ന് മാത്രം $7,000-ലധികം നേടിയ മിടുക്കൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ ചെസ് മോഹത്തിന് റോഷൻ അന്തിമ വാക്കായി. ബുദ്ധിയുടെ മത്സരം, കണക്കുകൂട്ടലുകളും കൂട്ടിക്കിഴിക്കലുകളും കീർകൃത്യമാക്കേണ്ട 64 ചതുരങ്ങൾ. All three games, they were very unique. They were different from one another. There were different areas that we need to focus on to improve. But all of them, like the fundamentals, like develop your pieces, control the center, they were all like trying to do that in different ways. ഒരു മണിക്കൂറിന് മേലെ തലപുകച്ച മത്സരത്തെപ്പറ്റി ഈ മിടുക്കന്മാർക്കും പറയാനുണ്ട്. ഞാൻ സ്വന്തമായിട്ട് അപ്ഗ്രേഡ് ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്. ഫസ്റ്റ് കളിച്ചപ്പോൾ തന്നെ സാറ് പറഞ്ഞ ടാറ്റിക്സ് അനുസരിച്ചാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ റോഷൻ എന്നെക്കാൾ നന്നായിട്ട് കളിച്ചു. എനിക്ക് ഇനി ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഞാൻ ഒരുപാട് മുന്നിലേക്ക് തന്നെ വരും. ഇവിടുത്തെ കുട്ടികൾ മാറ്റുരച്ചത് ചെസ്സിനോട് മാത്രമല്ല, മാറ്റങ്ങളില്ലാതെ തുടരുന്ന ചില ചിന്താഗതികളോടുകൂടിയാണ്. ഇവിടെ ബൗദ്ധികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാണ്. സ്വാഭാവികമായും ആ കുട്ടികളെ ബൗദ്ധികമായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം എന്നുള്ളതിലാണ് ചെസ്സിനെ നമ്മൾ നോക്കിക്കാണുന്നത്. ഈ കുട്ടികളെ ഓൺലൈനായിട്ട് ചെസ്സിൽ പഠിപ്പിക്കുന്നതും സഞ്ജയാണ്. സഞ്ജയ് എന്ന് പറയുന്നത് റോഷൻ്റെ അച്ഛനാണ്. റോഷനും ചേർന്ന് രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.